കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. കളഭാലങ്കാരം കഴിഞ്ഞിട്ടേ നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാൻ പോവുക. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയതുകൊണ്ടേ നല്ല തിരക്കാണ്. അതല്ലാച്ച രാവിലെ ഒന്നും തീരെ തിരക്കില്ല. രാവിലെ തിരക്ക് തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് തൊഴാൻ പറ്റിയിരുന്ന സമയമാണ്. പക്ഷേ ഉദയാസ്തമന പൂജ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരക്ക് കൂടിക്കൂടി വരിക. എന്താ വെച്ചാൽ 10 മിനിറ്റ് തുറക്കും 10 മിനിറ്റ് അടയ്ക്കും എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തിരക്ക് കൂടല്ലേ, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് തൊഴാൻ പോവുക. നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിൽ പോയിട്ട് ആ ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുതിട്ട് വരാം. അത് കഴിഞ്ഞാൽ നേരെ ഗോപുരവാതിൽ കഴിഞ്ഞ് നേരെ അകത്തേക്ക് വരിക. അകത്തേക്ക് വന്നിട്ട് വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അവിടെ നിന്നുള്ള ആ പ്രഭ ഇങ്ങനെ കാണും. എന്താ വെച്ചാൽ നിറയെ നെയ്വിളക്കല്ലേ, നെയ്വിളക്കിൻ്റെ ആ സ്വർണ്ണ വിളക്കിൽ ഇരുന്നിട്ട് നെയ്യിൽ ഇങ്ങനെ ദീപം തെളിയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രഭ വളരെ മനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തും. ആ ഒരു പ്രഭ എത്തിയാൽ തന്നെ ഗുരുവായൂരപ്പൻ നമ്മളെ നോക്കിയതാണ്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്നാണ്. കാരണം നമ്മളെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ ഇടത്തെ ഭാഗത്തെ മേൽപ്പത്തൂരിനെ ഒന്ന് നോക്കിയിട്ട് സ്മരിച്ചു. അതേപോലെ വലത്തെ വശത്തുള്ള തൂണൊന്ന് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പൊന്നുണ്ണിക്കണ്ണൻ്റെ 2 കാലുകൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. അതിന് മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അന്ന് പട്ട് കോണകം മാത്രം കേട്ടോ. ഒരു പട്ട് കോണകം എടുത്തിട്ട് ഒരു പൊന്നുണ്ണിയാണ് നിൽക്കണത്. ഒരു 2-3 വയസ്സിൻ്റെ അത്രയേ ഉള്ളൂ. ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി വെച്ചാലും കാണില്ല, നല്ല രസമാട്ടോ, നല്ല കൗതുകമായിട്ട് കാണാനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ അരമണി ഇങ്ങനെ കാണാനുണ്ട്. കിങ്ങിണി ഇങ്ങനെ കാണുന്നു. കിങ്ങിണി ഇങ്ങനെ നൂല് ഞാന്ന് കിടക്കുന്നുണ്ട്. അതുകൂടാതെ നേരെ നോക്കുമ്പോൾ മുകളിൽ കുഞ്ഞ കുമ്പയാണ്, ചെറിയ കുമ്പേ, വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല. എന്താ വെച്ചാൽ അരയും തുടയും ഒത്തിട്ട് എന്നൊക്കെ പറയില്ലേ, ഒരേമാതിരിയുള്ള കടയും തലയും ഒത്തിട്ട് എന്നൊക്കെ പറയണ പോലത്തെ ഒരു പൊന്നുണ്ണിയാണ്. കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ചതുർബാഹുവായ വിഗ്രഹത്തിൽ. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട്, 2 കൈകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂരില കഴിക്കുക കേട്ടോ, കഴിക്കാനുള്ള തയ്യാറെടുപ്പ്. വായയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നു, കഴിക്കുക തന്നെയാണ്. അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക, ഒരു കള്ളനോട്ടമായിട്ടാണ് നമ്മളെ നോക്കുന്നത്. ആർക്കൊക്കെ വേണം, ഏതൊക്കെ ഭക്തനാണ് ഞാൻ വെണ്ണൂരില തരേണ്ടത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇങ്ങനെ നമ്മളോട് ചിരിക്കണത്. ചിരിച്ചിട്ടിങ്ങനെ മതി മറന്ന് നിൽക്കുകയാണ്. ഒന്നാമത് നേദ്യം കഴിഞ്ഞപ്പോൾ ആ വിശപ്പൊക്കെ മാറി. പിന്നെയാണെങ്കിലോ അവിടുന്ന് യശോദാമ്മ നന്നായിട്ട് കൊടുത്തണ്ണി. കൂടാതെ വെണ്ണൂരില കയ്യിൽ എടുത്തതാവോ അതോ കൊടുത്തതാണോ എന്നറിയില്ല. എന്തായാലും വലിയ വെണ്ണൂരിലെ അതിങ്ങനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചുണ്ടോടെ അടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പം അങ്ങനെ കണ്ട് നോക്കുമ്പോൾ പിന്നെ അതേമാതിരി മാറത്ത് നല്ല ഒരു നെക്ലസ് പോലത്തെ ഒരു മാല, ഒരു വളയം പോലത്തെ ഒരു മാല, ചെറിയൊരു മാങ്ങാമാല, അങ്ങനെ 3 മാലകൾ കാണാനുണ്ട്. അത് കൂടാതെ ഗോപിക്കുറി കെട്ടിയിട്ടുണ്ട്, ഗോപീതിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്, ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, പീലിത്തിരുമുടി. ആ പീലി ഇങ്ങനെ കളഭം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് തിരുമുടി മാലകൾ 3 എണ്ണം ഉണ്ടെന്ന്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും തുളസിയും മാത്രം. പിന്നെ തെച്ചിയും തുളസിയും ആയിട്ടില്ല.
അങ്ങനെ 3 തിരുമുടിമാലകളാണ് കാണാനുള്ളത്. മാലകൾ കാണാൻ അണിഞ്ഞിട്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. വെണ്ണക്കണ്ണൻ തന്നെയാണ്. ഓടക്കുഴൽ പിടിച്ചു വെച്ചാലും വെണ്ണ ഉണ്ട്, വാരി കഴിക്കുകയല്ലേ, അപ്പോൾ വെണ്ണക്കണ്ണനാണ്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ശ്രീലകത്തിൻ്റെ, അതായത് സോപാനപ്പടിയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. അങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക. അവിടെ നിന്നിട്ട് ആ എല്ലാവരും ചിന്തിച്ച് നോക്കുക, ആ ഗുരുവായൂരപ്പൻ്റെ ആ ചെറിയ ആ ഒരു വെണ്ണക്കണ്ണൻ്റെ രൂപം അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കണ്ടോളൂ. അത് കണ്ടിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂർ എത്തി എന്നുള്ളതാണ്. നമ്മുടെ മനസ്സെത്തിയാൽ മതി, ശരീരം എത്തിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നേരെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. അതേപോലെ ആ അഗ്നികോണിലേക്ക്, ബലി തൂവുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴാം. അതിനപ്പുറം ആ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്ന ഗണപതിനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അതേപോലെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴാം. സരസ്വതി ദേവിയുടെ അവിടെ വെളുത്ത മാല, മുല്ലപ്പൂട്ട് മാലയാണ്, നല്ല ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അവിടെയൊക്കെ കണ്ടു തൊഴുത് നേരെ ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങൾ ആ സൈഡിൽ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ കണ്ടു തൊഴാം. മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമനാവതാരം കാണാം. പിന്നെ ആ ഗജേന്ദ്രമോക്ഷം, അതേപോലെ ഗരുഡൻ്റെ പുറത്ത് ഇരിക്കുന്ന വിഷ്ണു ഭഗവാനെ കാണാം. അതിനുശേഷം അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ നിറയെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, അതേപോലെ വെളുത്ത മുല്ലമുട്ട് മാലയുണ്ട്. ലക്ഷ്മി വിളക്കിന് ധാരാളം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് തെളിഞ്ഞ് കത്തുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് വീണ്ടും ആ കണ്ണനെ കാണുമ്പോൾ കണ്ണൻ്റെ അടുത്തൊരു തുളസിമാല മാത്രമുണ്ട്, അപ്പോൾ അത് കാണാം. പിന്നീട് നമ്മൾ വരുന്നത് ആ മുരുകൻ്റെ അടുത്ത് വന്ന് മുരുകനെ കണ്ട് തൊഴാം. മുരുകനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അതിന് ശേഷം നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാലോ അവിടെ നിന്ന് വെറ്റില മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, കുങ്കുമൊക്കെ അണിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യവാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു. അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുത് നേരെ ഇങ്ങനെ വരുമ്പോൾ ആ ഓവിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് അവിടുന്ന് വീണ്ടും പടിഞ്ഞാറ ഭാഗത്തേക്ക് നിന്ന് നോക്കിയിട്ട് അവിടേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാം. പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടക്കേ നടയിൽ ഇറങ്ങിയാൽ ഉള്ളിലേക്ക് നോക്കിയാൽ പൊന്നുണ്ണീനെ വീണ്ടും കാണാം കേട്ടോ, താമരക്കണ്ണനെ അയച്ചിട്ട് എല്ലാവരും അവിടെ പോയിട്ട് എത്തി നോക്കാൻ നിൽക്കണ്ട, അപ്പോൾ അവർ സമ്മതിക്കില്ലേ. ഉള്ളിൽ നിന്ന് കാണാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ നിന്നിട്ട് നോക്കുക. അങ്ങനെ കണ്ട് തൊഴുതോളൂ. അതിന് ശേഷം നമ്മൾ ഗ്രില്ലിൻ്റെ അവിടേക്ക് വരികയാണ്. നമ്മൾ പഴയ താമരക്കണ്ണൻ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ മണിക്കിണർ കാണാം. അതൊന്ന് കണ്ട് നോക്കി പ്രണമിക്കാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക.
ഏത് രൂപത്തിലാണോ നമ്മൾ ഓരോരുത്തരും സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വന്നിട്ട് നൃത്തം ചെയ്യും നമ്മുടെ ഭഗവാൻ. നമ്മുടെ ഭക്തിക്കനുസരിച്ച് ഏത് രൂപത്തിൽ വിളിച്ചാലും ആ വിളിപ്പുറത്ത് ഭഗവാൻ എത്തും എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മൾ വരുമ്പോൾ കുറുവരമ്മേനെയും അതേപോലെ ആ കൃഷ്ണാട്ട വിഗ്രഹവും നാരദരെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ വരുമ്പോൾ വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും അതേപോലെ തീർത്ഥമൊക്കെ വാങ്ങി സേവിക്കാം. അതിനുശേഷം നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാൻ പോവാം. ഭഗവതിയുടെ അടുത്ത് വരിക, ഭഗവതീനെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ നേരെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ മമ്മിയൂർ നമ്മളെ മനസ്സെത്തിയാൽ മതി, അവിടെ പോയ പ്രതീതിയായി. അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ നമ്മളെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ വരും. ആ തുലാഭാരത്തിൻ്റെ അവിടെയും അതേപോലെ ആൾരൂപ കൗണ്ടറിലും മഞ്ചാടി കൗണ്ടറിലൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കണ്ടാൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ വെണ്ണ കഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണന്, ആ ചെറിയ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അവിടുന്ന് മാടി മാടി വിളിക്കുകയാണ്. വായോ, ഒന്നുകൂടി വായോ, ഒന്നുകൂടി കണ്ടോ, എന്നെ ഒന്നുകൂടി കണ്ടോ എന്ന് പറയുന്ന പോലെയാണ് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ വിളിക്കുന്നത്. എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. അപ്പോൾ നമ്മളെ മനസ്സാണ് ആ ഒരു പറച്ചിൽ നമ്മളോട് പറയുന്നത്, ശ്രീലകത്തേക്ക് നോക്കൂ നോക്കൂന്ന്. അതിപ്പോൾ ശീവേലിയോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ടെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന അനേകം ഭക്തരെ നമ്മൾ കാണും. അത്രയ്ക്കും, അതായത് ഉള്ളിലേക്ക് പോകാൻ ചിലപ്പോൾ തിരക്ക് കാരണമോ അല്ലെങ്കിൽ കണ്ട ആൾക്കാർക്കാണെങ്കിലോ ഒന്നുകൂടി കാണണം എന്നുള്ളതും, തീരെ കാണാത്ത ആൾക്കാർക്ക് ഉള്ളിലേക്ക് തിരക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ടെങ്കിലും ഒന്ന് പൊന്നുണ്ണിനെ കാണാൻ പറ്റുമോ, ദൂരേന്ന് വരികയാണ്, എത്ര കാതങ്ങൾ താണ്ടിയിട്ടാണ് വരുന്നതേ. അപ്പോൾ ഭഗവാനെ ഒന്ന് കാണുക, ആ മണ്ണിലെത്തിയിട്ട് ഒന്ന് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കൊതിയോടെ വരികയാണ്. അങ്ങനെ വന്ന് നോക്കുന്ന പോലെ നമ്മൾ നോക്കി. അപ്പോൾ വീണ്ടും നമ്മുടെ പൊന്നുണ്ണി വെണ്ണക്കണ്ണനെ കണ്ടു. അതിനുശേഷം ഒന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്കൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നു, അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുതു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ നോക്കി തൊഴുതു. അതിനുശേഷം വീണ്ടും ഒന്ന് പുറകിലോട്ട് ഇറങ്ങിയാൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെയും കാണാം. അങ്ങനെ കണ്ട് തൊഴാം. എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.